ഫെബ്രുവരി 22-ന് അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാൻ നീതു കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിയിൽ എത്തിയ സംഭവമാണ്. പക്ഷേ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നീതുവിന്റെ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. അതാണ് പിന്നീട് വലിയ വാർത്തയായി മാറിയത്. കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി MS നീതു വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അറിയിച്ചിട്ടും വിദഗ്ധമായ ചികിത്സ നൽകിയില്ല എന്നാണ് ഇപ്പോഴത്തെ ആരോപണം. ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് നിരുത്തരവാദിത്തപരമായ പെരുമാറ്റമാണെന്നും നീതു വെളിപ്പെടുത്തി. ഫെബ്രുവരി 22-നാണ് കോസ്മെറ്റിക് ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടക്കുന്നത്. ശേഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവതിയുടെ കൈകാലുകളിലെ 9 വിരലുകൾ മുറിച്ചു മാറ്റുന്നു. ദുരനുഭവങ്ങളുടെ 4 മാസങ്ങൾക്ക് ശേഷമാണ് ആശുപത്രിക്കെതിരെ ഗുരുതരാരോപണവുമായി MS നീതു രംഗത്തെത്തുന്നത്. കോസ്മെറ്റിക് ആശുപത്രിയുടെ ഗുരുതര ശസ്ത്രക്രിയാ പിഴവ് കണ്ടെത്തിയതിന് പിന്നാലെ ആദ്യമായാണ് നീതുവിന്റെ വെളിപ്പെടുത്തൽ. വിദഗ്ധ ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വരില്ലായിരുന്നു എന്നാണ് പ്രതികരണം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ലഭിക്കേണ്ട ഒരു പരിചരണവും ആശുപത്രിയിൽ നിന്ന് ലഭിച്ചില്ല. ആശുപത്രിയിൽ ആധുനിക ചികിത്സാ സംവിധാനങ്ങളും ആംബുലൻസും ഇല്ല. ശനിയാഴ്ച സർജറി കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ അവരെന്നെ ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ ഇതൊരു ജനറൽ അനസ്തേഷ്യ തന്നൊരു സർജറിയാണ്. അപ്പോൾ ഒരു 24 മണിക്കൂർ എന്നെ ഒബ്സർവേഷൻ ഇടാതെയാണ് അവരെന്നെ വിട്ടത്. നമ്മൾ അപ്പോഴും തന്നെ അവരെ ഇൻഫോം ചെയ്തതന്നെ എനിക്കിങ്ങനെ ഒരു ക്ഷീണമാണ്. അപ്പോൾ അവർ പറഞ്ഞ് അതിപ്പോൾ സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു ക്ഷീണമാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇന്നും അവിടെ ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നാളെ ഇങ്ങോട്ട് വന്നാൽ മതി, നാളെ രാവിലെ വന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ലാന്ന്. സമൂഹ മാധ്യമങ്ങളിലെ പരസ്യം കണ്ടാണ് ആദ്യം കോസ്മെറ്റിക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടത്. അതിസങ്കീർണമായ ശസ്ത്രക്രിയ എന്ന ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തിയില്ല. തനിക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഡോക്ടർ ഉൾപ്പെടെ നിസ്സാരമായി കണ്ടെന്നും നീതു പറയുന്നു. കാലം അടുപ്പിച്ചാണ് എന്നെ അനന്തപുരിയിൽ എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം നോക്കണം. ഞാൻ അനന്തപുരിയിൽ എത്തുന്നതും എനിക്ക് കാർഡിയാക് അറസ്റ്റാണ്. എന്നെ ഇന്നോവ കാറിലാണ് കൊണ്ടുപോയത്. അപ്പോൾ എന്തെങ്കിലും ഒരു 5 മിനിറ്റ് മുന്നേ ആണ് എനിക്ക് ഈ കാർഡിയാക് അറസ്റ്റ് വന്നിരുന്നെങ്കിൽ ഞാൻ ആ കാറിലിരുന്ന് മരിച്ചു പോകത്തേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കെന്ന് പറഞ്ഞൊരു സർജറി കഴിഞ്ഞിട്ടൊരു പോസ്റ്റ് കെയർ ട്രീറ്റ്മെൻറ്റും കിട്ടിയില്ല. ഫെബ്രുവരി 22-നാണ് അടിവയറിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയയ്ക്കായി നീതു കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിയിൽ എത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടായ അണുബാധയെ തുടർന്നാണ് 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നത്. അണുബാധയെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇപ്പോഴും നീതു വിദഗ്ധ ചികിത്സ തുടരുകയാണ്. ആശുപത്രിയുടെ ഭാഗത്തുണ്ടായ ഗുരുതരമായ പിഴവുകളെല്ലാം നീതു തന്നെ നേരിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞു. ഭർത്താവിന്റെ പരാതിയിൽ കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ കേസെടുക്കുകയും ക്ലിനിക്കൽ ലൈസൻസ് റദ്ദു ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിയമപോരാട്ടം തുടരുമെന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം. മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.